സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അളവറ്റ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ റബ്ബ് നമ്മെ വെറുതെ സൃഷ്ടിച്ചതല്ലെന്നും ഈ സൃഷ്ടിപ്പിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടെന്നും ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം പ്രവാചകന്മാര് പഠിപ്പിച്ചതുപോലെ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹുവിനെയും റസൂലിനെയും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അനുസരിച്ചുകൊണ്ട് കഴിവിന്റെ പരമാവധി ചെയ്യാൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ അനുഷ്ഠിക്കാനും വിരോധങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാനും അങ്ങനെ തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളെയും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് ഈമാനോടുകൂടെ മുഅ്മിനായി മരിക്കാൻ റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ച് ഒരു ചെറിയ കാലഘട്ടം ഈ ഭൂമിയിലേക്ക് അയച്ചത് ഒരു കൃത്യമായ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വിശുദ്ധ ഖുർആനിന്റെ പല വചനങ്ങളിലും നന്മകൾ നൽകിക്കൊണ്ടും തിന്മകൾ നൽകിക്കൊണ്ടും പ്രയാസങ്ങളും എളുപ്പവും എല്ലാം നൽകിക്കൊണ്ട് അല്ലാഹു നമ്മളെ പരീക്ഷിക്കും. നമ്മൾ അല്ലാഹുവിലേക്ക് തിരിച്ച് പോകേണ്ടവരാണ് എന്നൊക്കെ അല്ലാഹു നമ്മളെ നിരന്തരം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ പലർക്കും പലതും പറയാനുണ്ടാവും. അല്ലെ, താജ്മഹൽ അത്ഭുതമാണെന്ന് പറയുന്നവരുണ്ട്. ഇവിടെ മനുഷ്യൻ സൃഷ്ടിച്ചിട്ടുണ്ടാക്കിയ പലതിനെയും അത്ഭുതമായി കാണുന്നവരുണ്ട്. അല്ലാഹുവിന്റെ സൃഷ്ടി വൈഭവത്തെ അത്ഭുതമായി കാണുന്നവരുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലികുലിൽ അൽബാബ്. അല്ലേ, ആരോടിപ്പോ ചോദിച്ചാലും ചൂടിനെ പറ്റിയാണ്. രണ്ടാള് കണ്ടുമുട്ടി എന്താ പറയാ, ഭയങ്കര ചൂടാണ്, വെറുതെ അങ്ങനെ വേർക്കണം. അല്ലെ, ഫാൻ തിരിയണില്ലെങ്കിൽ സ്പീഡ് കുറഞ്ഞാൽ, വോൾട്ടേജ് കുറഞ്ഞാൽ, AC പോയാൽ ഒക്കെ അത് ഓർമ്മ വരികയാണ്. 149 മില്യൺ കിലോമീറ്റർ ദൂരത്ത് നിൽക്കുന്ന സൂര്യനെ കൊണ്ടാണ് ഇപ്പൊ ഈ ചൂട്. 149 മില്യൺ കിലോമീറ്റർ അപ്പുറത്താണ് ഈ ചൂടുണ്ടാക്കുന്ന സൂര്യൻ കിടക്കുന്നത്. അത് 1 മില്ലിമീറ്റർ ഇങ്ങോട്ടോ 1 മില്ലിമീറ്റർ അങ്ങോട്ടോ ആയാൽ ഭൂമിയിലെ കാലാവസ്ഥ മാറുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. കുറച്ച് കിട്ടുന്ന ചൂട് കൂടും, കുറച്ച് അങ്ങോട്ട് പോവുകയാണെങ്കിൽ എന്തെങ്കിലും അതിൽ ഭയങ്കരമായ തണുപ്പ് വരും എന്നാണ്. ഇവിടെ ജീവന്റെ നിലനിൽപ്പ് സാധ്യമല്ലാത്ത രൂപത്തിൽ സൂര്യന്റെ സ്ഥാനചലനത്തിന് കാരണം അത്രത്തോളം ഈ ഭൂമിക്ക് കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകുമെന്നാണ്. അത് ഒരു മില്ലിമീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകുന്നില്ല. അത്രയും കൃത്യമായിട്ടാണ് അല്ലാഹു അത് സ്ഥാപിച്ചിട്ടുള്ളത്. അത് ചലിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞ ഈ അത്ഭുതം എന്ന് പറയുന്നത് ഈ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനേക്കാളും വലിയൊരു അത്ഭുതം. എത്രയോ ആളുകൾ നമ്മുടെ മുമ്പിൽ മരിച്ചു പോകുന്നു. അല്ലെ, മരിച്ചു. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഒപ്പം പഠിച്ച ആളുകൾ, എത്രയോ ആളുകളെ നമ്മള് ഖബറടക്കി, അല്ലെ, ഖബറിലേക്ക് ഇറക്കി വെച്ചവരുണ്ടാകും. അതിന്റെ ഓരത്തു നിന്ന് അതിലേക്ക് മണ്ണിട്ടവരുണ്ടാകും. എത്രയോ ഖബർ നമ്മൾ മൂടി. നമ്മൾ മരിക്കുമെന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം, ഏറ്റവും വലിയ യാഥാർത്ഥ്യ ലോകത്ത് അതാണ്. ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരൊറ്റ കാര്യം എന്താണ്? മരിക്കുമെന്നുള്ളത്. നമ്മൾ മരിക്കുമെന്നുള്ളത് ഇത്രത്തോളം നമുക്ക് യാഥാർത്ഥ്യ ബോധമുള്ള ഒരു കാര്യമാണ് മരണം. എന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കുറച്ച് ആഗ്രഹിക്കുന്നത്, വളരെ തുച്ഛമായി നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരു കാര്യം നമ്മുടെ മരണം. നമ്മൾ മരണം എങ്ങനെയായിരിക്കും? ഒരു നല്ല മരണമാകും ഇവിടെ വെച്ച് എങ്ങനെയായിരിക്കും? അത് നല്ല രൂപത്തിൽ കെളിമയൊക്കെ ചൊല്ലിയിട്ട് നല്ലൊരവസ്ഥയിൽ സൽക്കർമ്മങ്ങളൊക്കെ കൂടുതൽ ചെയ്യുന്ന ഒരവസ്ഥയിലായിട്ടുണ്ടായിരിക്കുമോ നമ്മൾ? ഇപ്പൊ നമുക്കറിയാം നമ്മളുടെ ഒരു മാനസികാവസ്ഥ അങ്ങനെ അതിങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് ആണ്. ചിലപ്പോൾ നല്ല ഈമാൻ ഉണ്ടാവും, നല്ല ഇബാദത്ത് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടാവും. ചിലപ്പോൾ അത്ര ഒരു മൂടുണ്ടാവില്ല, വേരിയേഷൻ ഉള്ള സാധനമാണ്. അപ്പൊ ഇതിങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുമ്പോൾ നല്ലൊരവസ്ഥയിലുള്ള കുറച്ച് ഉയർന്നു നിൽക്കുന്ന അവസ്ഥയിലാണോ നമ്മൾ മരണപ്പെടുക
എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാറുണ്ടോ? അപ്പോൾ അത് വലിയൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് ഈ കൃത്യമായ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യം ഏത് നമുക്കിപ്പോ ഒന്നില്ലെങ്കിൽ സന്തോഷിക്കാരം അല്ലെങ്കിൽ സങ്കടയിക്കാരം, ഇതിന്റെ ഇടയില് വളരെ കുറവേക്കാരം. ഓരോ കാര്യങ്ങളും അങ്ങനെയാണ്. ചിലപ്പോൾ നമുക്ക് സന്തോഷമുള്ള കാര്യക്കാരം, ചിലപ്പോൾ നമുക്കൊരു ദുഃഖം ഉണ്ടാക്കണം, ചെറിയൊരു വിഷമം ഉണ്ടാക്കണേ. എന്ത് തന്നെയാണെങ്കിലും ഈ രണ്ടവസ്ഥയിലും അള്ളാഹുവിനെ നമ്മൾ നന്ദി കാണിക്കുക, അള്ളാഹുവിനെ ഓർക്കുക. ഈ ദിക്റുള്ള അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുക. ഒരു സന്തോഷം ഉണ്ടായി, അല്ലെങ്കിൽ നല്ല ഒരു സന്തോഷമുള്ള കാര്യം കണ്ടു, അനുഭവിച്ചു അല്ലേ, അപ്പോ പടച്ചോന് നന്ദി കാണിച്ച് അൽഹംദുലില്ലാഹ് എന്ന് മനസ്സിന്റെ ഉള്ളിൽ തട്ടി അള്ളാഹുവിനെ സ്തുതിച്ച് നമ്മൾ അങ്ങനെ അനുഗ്രഹത്തിന് നന്ദി കാണിച്ചാൽ അത് ഒരു വാക്കില് മാത്രമല്ല, നമ്മളെ പ്രവൃത്തിയിലും. ഇപ്പൊ കുറച്ച് പൈസ കിട്ടിയില്ലേ, ഈ മാസം വരുമാനം കൂടുതലാണ്, അപ്പോ ഒരു കുറച്ച് പൈസ കരുണക്ക് കൊടുക്കുക. നമ്മുടെ ചെറിയ പ്രയാസമുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അപ്പൊ അതറിഞ്ഞുകൊണ്ട് ഒരു ചെറിയ പൈസ ഈ മാസത്തെ ശമ്പളത്തിന് ഒരു ഇത്ര പൈസ എന്നല്ല, ആരെങ്കിലും അർഹരായ ആളുകൾക്ക് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്ക് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുക. അതാണ് പടച്ചോൻ നമുക്ക് കൂടുതൽ അനുഗ്രഹം ചെയ്യുമ്പോൾ നന്ദി എന്ന് പറഞ്ഞാൽ ആ നല്ല ശമ്പളം കിട്ടി, അല്ലെങ്കിൽ ഈ മാസം നല്ല വരുമാനമുണ്ട്, അൽഹംദുലില്ലാഹ് എന്ന വാക്കുകൾക്ക് അപ്പുറം അമലു വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ അത് വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും പുറത്തു വരണം. അപ്പൊ അതാണ് നന്ദി കാണിക്കുക. ഒരു പ്രയാസം ഉണ്ടായി, കുറച്ച് ഈ മാസം വരുമാനം കുറവാണ്, വാടക കൊടുക്കാൻ തന്നെ എത്തിയിട്ടില്ല, കഷ്ടപ്പാടാണ്. അങ്ങനെയാണെങ്കിൽ എന്താ, അപ്പോഴും അൽഹംദുലില്ലാഹ് അതൊരു പരീക്ഷണമാണ് അല്ലെ. സമ്പത്ത് നൽകിക്കൊണ്ടും അത് നൽകാതെയും പടച്ചോൻ പരീക്ഷിക്കും. അപ്പൊ അതിലെന്താണ്, അതിൽ പടച്ചോനോട് നന്ദിയുള്ളവനായി അള്ളാഹുവിനെ ആ ക്ഷമിച്ചുകൊണ്ട് ആ ഘട്ടത്തില് അള്ളാഹു കണക്കാക്കിയതാണ്, ഈ മാസത്തെ കണക്കാക്കിയിട്ടുള്ളത്, നമ്മള് വിഷമിച്ചിട്ട് കാര്യമില്ല എന്ന് നമ്മൾ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിനെ പറ്റി നല്ലൊരു വിചാരത്തോടു കൂടി ആ പ്രതിസന്ധി തരണം ചെയ്യുക എന്നതാണ് അവിടെ ഒരു വിശ്വാസിയുടെ നിലപാട്. അല്ലാതെ നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ പടച്ചോനെ നമ്മൾ മോശമായി വിചാരിക്കാനോ പറയാനോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പാടില്ല. അപ്പൊ അതാണ് ഒരു പരീക്ഷണം എന്ന് പറഞ്ഞത്. അപ്പൊ ഏത് ഒരു പ്രയാസം ഉണ്ടാവുമ്പോൾ അതിൽ അള്ളാഹുവിനെ ഓർത്ത് ക്ഷമിക്കാം. അതാണ് പടച്ചവന്റെ പ്രതിഫലം കിട്ടും. ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതാണ് ഖദറിലുള്ള വിശ്വാസം. ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, അതില് എനിക്ക് സന്തോഷമാണ്, പടച്ചവൻ ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു. ഖദർ അള്ളാഹു കണക്കാക്കിയതാണ്, അള്ളാഹു കണക്കാക്കിയത് സംഭവിക്കും എന്ന് ആശ്വസിച്ചുകൊണ്ട് അതിൽ പടച്ചവനെ പറ്റി നല്ലൊരു വിചാരം ഉണ്ടായിക്കൊണ്ട് ആ പ്രതിസന്ധിയെ തരണം ചെയ്യുമ്പോഴാണ് നമ്മൾ ആ പരീക്ഷണത്തിൽ വിജയിക്കുക. അപ്പൊ ഇങ്ങനെ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകാൻ, പ്രയാസങ്ങളിൽ അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിന് വേണ്ടി ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും, സന്തോഷങ്ങളും എളുപ്പമൊക്കെ ഉണ്ടാവുമ്പോൾ അതിൽ പടച്ചോന് കൂടുതൽ നന്ദി കാണിച്ചുകൊണ്ട് വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും നന്ദി കാണിക്കുമ്പോൾ പടച്ചോന് കൂടുതൽ വർദ്ധിപ്പിച്ചു തരുന്നതാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഈ ലൈഫിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക. അത് ഏത് വലിയ കടുപ്പമുള്ള പരീക്ഷണമായിരിക്കാം. നമ്മള് സന്താനങ്ങളും നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന, മനസ്സിന് വളരെയധികം പ്രയാസമുണ്ടാകുന്ന രൂപത്തിലുള്ള പരീക്ഷണമായിരിക്കും. അതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് എന്ത് ചെയ്യുന്നത്, അതിലെ പല ചരിത്രങ്ങളിലൂടെയും പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിലൂടെയും എല്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെയാണ് പ്രവാചകന്മാര് ഓരോ പ്രതിസന്ധികളെ എങ്ങനെയാണ് തരണം ചെയ്തത്, അതിലെന്ത് നിലപാടാണ് സ്വീകരിച്ചത്, അള്ളാഹുവിനെ പറ്റി എന്ത് വിചാരമാണ് അവർക്കുണ്ടായിരുന്നത്, എന്തൊക്കെയാണ് അവർ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ഒക്കെ ഓരോ പ്രയാസങ്ങളെ ഓരോ നിലപാടുകൾ എന്താണ് സ്വീകരിച്ചത് എന്നൊക്കെയാണ് ഈ ഖുർആനിന്റെ വിവിധ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിലൂടെയും സംഭവങ്ങളിലൂടെ ഒക്കെ നമുക്ക് അറിയിച്ചു തരുന്നതാണ്. അപ്പോ ആ ഒരു രീതിയിൽ നമ്മൾ ഈ ജീവിതത്തെ കാണാനും മുന്നോട്ട് പോകാനും, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, അതാണ് യഥാർത്ഥ ജീവിതം, അവിടെയാണ് ജീവിതം ആരംഭിക്കുന്നത് എന്ന ഏറ്റവും ശരിയായ കാഴ്ചപ്പാട് കിട്ടാനും അത് ജീവിതത്തിൽ നിലനിർത്താനും അതിനനുസരിച്ച് നമ്മുടെ ഈ ജീവിതത്തെ ക്രമപ്പെടുത്താനും ആർക്കാണ് സാധിച്ചത്, അവരാണ് നാളെ വിജയിക്കുക അല്ലെ. ഞങ്ങള് പരലോകത്ത് വിജയിച്ച ആളുകൾ പരാജയപ്പെട്ടവരോട് പറയുന്നൊരു വാക്കുണ്ട്, എന്താണ്, ഞങ്ങളൊരു വിചാരണയെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നാണ്. ഞങ്ങളൊരു വിചാരണയെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പ്രതീക്ഷയാണ് അള്ളാഹുവിനെ പറ്റി അറിയുമ്പോഴാണ്. ശരിക്കും അള്ളാഹു ആരാണ്, അള്ളാഹു എന്താണ്, അള്ളാഹുവിന്റെ നാമഗുണവിശേഷണങ്ങളിലൂടെ അള്ളാഹുവിനെ അറിയുക എന്നാണ് ഏറ്റവും വലിയ കാര്യം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനെ അറിയണം ഏറ്റവും. അത് അള്ളാഹുവിന്റെ നോക്കി നമ്മുടെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അവിടെ തന്നെ രണ്ടു പേരാണ്.
അല്ലെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീൻ എന്നൊരു പേര് വരുന്നുണ്ട്. റബ്ബ് അല്ലെ, റഹ്മാൻ, റഹീം, പിന്നെ എന്താണ് മാലിക് യൗമിദ്ദീൻ, അർറഹ്മാനിർ റഹീം. അവിടെ വീണ്ടും റഹ്മാനും റഹീമും. മാലിക് യൗമിദ്ദീൻ, യൗമിദ്ദീന്റെ മാലിക്കാണ് അല്ലാഹു. ഈ നമ്മൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫാത്തിഹയിലൂടെ ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു 4 പേര്, അത് മാത്രം നമ്മൾ കൃത്യമായിട്ട് ആലോചിച്ചാൽ നോക്കി, അള്ളാഹു റബ്ബുൽ ആലമീനാണ്. നമ്മളിപ്പോ വളരെ സിമ്പിളായി തിന്നുന്ന ഒരു കോഴിമുട്ട, നമ്മളെ എല്ലാവർക്കും കോഴിമുട്ട ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവില്ല. ആ വളരെ സിമ്പിൾ, ഏറ്റവും നല്ല എനർജി ഉള്ള ന്യൂട്രിയൻസ് ഒക്കെ ഉള്ള കോഴിമുട്ട എന്ന് പറയുന്ന സാധനം, അതൊരു 21 ദിവസം ഒരു കോഴിന്റെ ആ അകിടിൽ വെച്ചുകൊടുത്താല് അതിന്റെ ഉള്ളിൽ നിന്ന് കോഴിമുട്ട അല്ല പിന്നെ വരിക, ഒരു കോഴിക്കുഞ്ഞ്, അല്ലെ ചുണ്ടുള്ള നല്ല കാലുള്ള ചിറകുള്ള ഒരു കോഴിക്കുഞ്ഞ് അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാഹുവിന്റെ സൃഷ്ടി. ആ ഒരു കോഴിക്കുഞ്ഞിനെ കണ്ടാല് അത് ആ എങ്ങനെയാണ് ആ മുട്ടയിൽ നിന്ന് പുറത്തു വരുന്നത്, അല്ലെ? അത് അമ്മ അല്ല, തള്ളക്കോഴിയല്ല ആ മുട്ട പൊട്ടിക്കുന്നത്. ഉള്ളിൽ നിന്ന് ആ നല്ല കട്ടിയുള്ള മുട്ട ആ ചെറിയ കോഴിക്കുഞ്ഞ് കൊത്തി പൊട്ടിച്ചിട്ടാണ് ആ കുഞ്ഞത് പുറത്തേക്ക് വരുന്നത്. ആലോചിച്ച് അത് ഇന്ന് വിരിഞ്ഞ കുട്ടിയാണെങ്കിലും നമുക്കറിയാം, പണ്ട് ഇപ്പൊ അങ്ങനെ കോഴികൾ കുറവാണ്. പണ്ട് ചില ഇപ്പത്തെ കുട്ടികൾക്കൊന്നും അങ്ങനെ കണ്ടില്ല. നമ്മളൊക്കെ എല്ലാവരുടെ വീട്ടിലും കോഴിക്കൂടുണ്ട്, ഇഷ്ടംപോലെ കോഴിക്കളുണ്ട്. അതില് ഒരു 8-10 കുട്ടികൾ വിരിഞ്ഞിട്ട് ഒരു തള്ളക്കോഴി ഇന്ന് ആണ് അത് ഇറങ്ങിയതെന്നുണ്ടെങ്കിലും അത് ഇന്നൊരു കഴുകനെയോ ഒരു പരുന്തിനെയൊക്കെ കണ്ടാല് അതൊരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കിയ ഒരു പ്രത്യേക ആക്ഷൻ ഉണ്ട്. ആ സമയത്ത് ഈ എല്ലാ കോഴിക്കുഞ്ഞുങ്ങളും, ഇന്ന് പ്രസവിച്ച കോഴിക്കുഞ്ഞുങ്ങൾ മൊത്തം അതിന്റെ ആ ചിറകിന്റെ ഉള്ളിൽ വന്നിരിക്കും. അതിന് എന്തെങ്കിലും ഒരു ക്ലാസ് എടുത്തു കൊടുക്കുക, നഴ്സറി പോവുക ഒന്നുമില്ല. അത് അതിന്റെ ആ ഒച്ച കേൾക്കുമ്പോൾ അത് പ്രശ്നമുണ്ട്, അപകടമുണ്ട്. അത് അമ്മയുടെ ഉള്ളിൽ വന്നിരിക്കുന്നത്. അപ്പോ ഇതൊക്കെ ആരാണ് സഹോദരങ്ങളെ ഇതിനെ പഠിപ്പിച്ചത്? ഇതൊക്കെയാണ് അല്ലാഹുവിന്റെ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ചിന്തിക്കുന്ന ആളുകൾക്ക് ഈ മാറി വരുന്ന രാപ്പകലുകൾ മാറി വരുന്നതിനും ഈ ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിലുമെല്ലാം ദൃഷ്ടാന്തമുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ അതിന് നമ്മൾ അള്ളാഹുവിനെ അങ്ങനെ അറിയണം. ആ ഒരു റബ്ബുൽ ആലമീനായ ഒരു സൃഷ്ടികർത്താവിനെ, ആ അള്ളാഹുവിനെ റഹ്മാനായ റഹീമായ മാലിക് യൗമിദ്ദീൻ, യൗമിദ്ദീന്റെ വിചാരണയുടെ ദിവസത്തിന്റെ ഉടമസ്ഥനായ ഒരു അള്ളാഹുവുണ്ട്. ആ അള്ളാഹുവിനെ നമ്മൾ അറിയുമ്പോൾ നമുക്ക് ആ അള്ളാഹുവിനെ സ്നേഹിക്കാൻ കഴിയണം. വദൂദ്, അള്ളാന്റെ ഓരോ പേരുകൾ എടുത്തേക്ക്, വദൂദ്, റഹ്മാൻ, റഹീം, ഇതൊക്കെ പാപങ്ങൾ പുറത്തു തരുന്നവൻ, ഏറ്റവും ഖരീബായിട്ടുള്ളവൻ, മുജീബായിട്ടുള്ളവൻ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ എന്ന് പറയുമ്പോൾ അള്ളാഹു നിങ്ങളുടെ സമീപസ്ഥനാണ്, നമ്മളെല്ലാ കാര്യങ്ങളും അറിയുന്നവൻ, അലീമാണ് അള്ളാഹു. എല്ലാം നമ്മളെപ്പറ്റി പൂർണ്ണമായി അറിയുന്നവനാണ്. നമ്മുടെ മാനസിക സംഘർഷങ്ങൾ മറ്റാരെക്കാളും അറിയുന്നവനാണ് നമ്മുടെ റബ്ബ്. നമ്മളോട് അടുത്തവനാണ്, ഖരീബാണ്. നമ്മൾ ചോദിച്ചാൽ ഉത്തരം തരുന്നവനാണ്, മുജീബാണ്. അപ്പൊ പിന്നെ സഹോദരങ്ങളെ, റഹ്മാനാണ്, നമ്മളിപ്പോ കാരുണ്യവാനാണ്, റഹീമാണ്. ഒട്ടേറെ പാപങ്ങൾ ചെയ്തു പോയി, അതുകൊണ്ട് നമുക്ക് ഇനി ചോദിച്ചാൽ തരൂല എന്ന നിരാശ വേണ്ട. അല്ലാഹു ഗഫാറാണ്, അല്ലാഹു ഗഫൂറാണ്, പാപങ്ങൾ പുറത്തു തരുന്നവനാണ്. അല്ലാഹു സിത്തീനാണ്, നിങ്ങളുടെ ന്യൂനതകളെ മറച്ചു വെക്കുന്നവനാണ് അല്ലാഹു. ഇതൊക്കെ അള്ളാഹിന്റെ പേരാണ്, ഇതൊക്കെ അള്ളാഹുവിന്റെ ഗുണങ്ങളാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ അള്ളാഹുവിനെ അറിയുമ്പോൾ നമുക്ക് അള്ളാഹുവിനെ കൂടുതൽ അടുക്കാനും സ്നേഹിക്കാനും പറ്റണം. അതാണ് ഓരോ ഇബാദത്തിന്റെയും ഈ ദീനിന്റെ തന്നെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ആ അള്ളാഹുവിനോടുള്ള സ്നേഹമാണ്. അതേ സമയത്ത് അള്ളാഹുവിന്റെ ശിക്ഷകളെയും അള്ളാഹുവിന്റെ വിചാരണയും നമ്മൾ അങ്ങേയറ്റം ഭയപ്പെട്ടുകൊണ്ട് ആ അള്ളാഹുവിൽ വെച്ചുള്ള പ്രതീക്ഷയും അള്ളാഹുവിന്റെ ഭയവും ബാലൻസ് ചെയ്തുകൊണ്ട് ആ സ്നേഹത്തിലൂന്നി നമ്മൾ ജീവിതത്തിലൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് ഈ ലോക ജീവിതം എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഒരു മനസ്സമാധാനത്തോടു കൂടി ഈ ദുനിയാവിലെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെയാണ് അള്ളാഹു പ്രവാചകന്മാരിലൂടെ ഈ ദീന് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കൃത്യമായിട്ട് അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതേപോലെ തന്നെ നമ്മൾ അള്ളാഹുവോടുള്ള സ്നേഹം, അത് വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് എന്നാണ്. ഇവിടെ ഈ ശബരിമലക്ക് പോണ ആളുകളും ഈ ജാറത്തിൽ പോയി പൂജിക്കുന്ന ആളുകളൊക്കെ ഈ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ അവർ അങ്ങേയറ്റം സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം
അവർ അല്ലാഹുവിനോട് അങ്ങേയറ്റത്തെ സ്നേഹമാണ്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് എന്നാണ്. വിശ്വാസികളായ ആളുകൾ ആരാണ്? അവര് അശദ്ദു ഏറ്റവും ശക്തമായ സ്നേഹമുള്ളവരാണ് അല്ലാഹുവിനോട് എന്നാണ് ആ സൂറത്തു ബഖറയിലെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നോക്കി, സഹാബത്ത് മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു ഉഹുദ് യുദ്ധത്തിന്റെ കുറച്ച് മുമ്പ്, ഉഹുദ് യുദ്ധം തുടങ്ങുന്നതിന്റെ കുറച്ച് മുമ്പ് അവര് രണ്ടുപേരും കൂടി എന്ത് ചെയ്യാണ്? നമുക്ക് രണ്ടുപേരും യുദ്ധത്തിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ഉറക്കനെ പ്രാർത്ഥിക്കും, അപ്പൊ നിങ്ങൾ ആമീൻ പറയണം. പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക, അപ്പൊ ഞാൻ ആമീൻ പറയും എന്ന് രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തിട്ട് അവരൊരു യുദ്ധത്തിന്റെ തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് ആരും കാണാതെ ഒരു മൂലൊക്കെ പോയിട്ട് രണ്ടാളിൽ നിന്ന് പ്രാർത്ഥിക്കണം. ഇത് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ചരിത്രമാണ്. അദ്ദേഹം പറയണം, ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ആ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് പോയി. ഞാൻ ആദ്യം സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചു. എന്താ അറിയോ? ഈ യുദ്ധത്തിൽ എനിക്ക് ശക്തനായ ഒരു എതിരാളിയെ കിട്ടണം, എന്നിട്ട് ഞാൻ അദ്ദേഹവുമായി നല്ലൊരു പോരാട്ടത്തിൽ ഏർപ്പെടണം, എന്നിട്ട് അവസാനം ഞാൻ അയാളെ കീഴ്പ്പെടുത്തി അയാളെ ഞാനതിനെ കൊല്ലണം. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ വേണ്ടി അയാൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രാർത്ഥിച്ചു. അപ്പൊ രണ്ടുപേരും കൂടി ആമീൻ പറഞ്ഞു. അതിനുശേഷം അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിന്റെ ഊഴമാണ്. അപ്പൊ അദ്ദേഹം പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിച്ചതറിയോ? അതേപോലെ തന്നെ ഈ യുദ്ധത്തിൽ എനിക്ക് എന്ത് ചെയ്യണം? ശക്തനായ ഒരു എതിരാളിയെ കിട്ടണം, എന്നിട്ട് അദ്ദേഹവുമായി നല്ലൊരു ഫൈറ്റ് നടക്കണം, എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യണം? അദ്ദേഹം എൻ്റെ മൂക്കും എൻ്റെ ചുണ്ടൊക്കെ മുറിച്ചിട്ട് എന്നെ കൊല്ലണം. എന്നെ കൊല്ലണമെന്ന് അദ്ദേഹം പ്രാർത്ഥിക്കും. അങ്ങനെ ഞാൻ ഈ യുദ്ധത്തിൽ ഷഹീദാകണം. അങ്ങനെ നാളെ മഹ്ശറയിൽ ചെല്ലുമ്പോൾ പടച്ചോൻ എന്നോട് ചോദിക്കും, എവിടെ ജഹ്ഷേ, നിന്റെ ചുണ്ട് എവിടെ പോയി, നിന്റെ മൂക്ക് എവിടെ പോയി എന്ന് നാളെ പടച്ചോൻ ചോദിക്കുമ്പോ അത് ഞാൻ നിന്റെ ഇഷ്ടത്തിൽ ഞാനത് നിനക്ക് നൽകിയിട്ടുണ്ട് റബ്ബേ എന്ന് നാളെ മഹ്ശറയിൽ എനിക്ക് പറയാൻ പറ്റണമെന്ന് അദ്ദേഹം പ്രാർത്ഥിക്കണം. സാധുവിനൊക്കെ അന്തം വിട്ടിരിക്കണം. എന്താ ഇങ്ങനെയുണ്ട് പ്രാർത്ഥന? അങ്ങനെ പക്ഷെ പ്രാർത്ഥനക്ക് ആമീൻ പറയണല്ലോ, അങ്ങനെ ആമീൻ പറഞ്ഞു എന്നാണ്. അങ്ങനെ ഉഹുദ് യുദ്ധം അവസാനിച്ചിട്ട് സഅദ് ബിൻ അബീ വഖാസ് പ്രാർത്ഥിച്ച പോലെ തന്നെ ശക്തനായ ഒരു എതിരാളിയെ കിട്ടി, അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു. പക്ഷെ യുദ്ധം കഴിഞ്ഞപ്പം അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു കാണുന്നില്ല. അങ്ങനെ അദ്ദേഹം തെരഞ്ഞു നടക്കുകയാണ്. അങ്ങനെ അവസാനം ഒരു കോർണറിൽ ആ മൃതദേഹം കിടക്കുന്നുണ്ട്. അതിന്റെ മൂക്കും ചുണ്ടുമെല്ലാം ഛേദിക്കപ്പെട്ട നിലയിൽ അവിടെ അദ്ദേഹം ഷഹീദായി കിടക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. ഞാൻ പറഞ്ഞത്, ഈ ചരിത്രം പറഞ്ഞത് വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അവർ അല്ലാഹുവിനോട് അങ്ങേയറ്റത്തെ സ്നേഹമുള്ളവരായിരുന്നു എന്ന്. അവർക്ക് ജീവനാണ് അവർ കൊടുത്തത്. അങ്ങനെ കൊടുക്കാൻ അവർക്കൊരു പേടി ഉണ്ടായിരുന്നില്ല, ഒരു മടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ പ്രാർത്ഥിക്കാൻ അവർക്ക് താല്പര്യമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറയാനല്ല, അവരുടെ മനസ്സാണ്, അല്ലാഹുവിനോടുള്ള അവരുടെ സ്നേഹമാണ് അവരുടെ ജീവിതം കൊണ്ട് അവർ തെളിയിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളും ആ സ്വർഗമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ നമ്മൾ പടച്ചോനോടുള്ള സ്നേഹം എത്രയുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളും സന്ദർഭങ്ങളിലും അല്ലാഹുവിന്റെ നിയമങ്ങളുമായി, അല്ലാഹുവിന്റെയും റസൂലിന്റെയും തൃപ്തിയുമായി നമ്മുടെ ജീവിതത്തിലെ തൃപ്തികൾ, നമ്മുടെ ജീവിതത്തിലെ നിലപാടുകൾ ഏറ്റുമുട്ടുമ്പോൾ നമ്മൾ എന്തൊരു നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അവർ പോയ സ്വർഗമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ നമ്മൾ ഒരുപാട് ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. അല്ലാഹു നമുക്ക് ദീൻ മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ.